Hi, hello, my dear children. This is the part 2 video of our chapter Invasion and Resistance, chapter 1, class 8. ഇപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് നമുക്കൊന്ന് ഓർമ്മിക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ? എന്താണ് നമ്മൾ പഠിച്ചത്? വാസ്കോ ഡി ഗാമ, അദ്ദേഹത്തിൻ്റെ വരവ്, അദ്ദേഹം കോഴിക്കോട് സാമൂതിരിയെ കാണുന്നു. സാമൂതിരി അവർക്ക് മൊണോപ്പൊളി ഇൻ ട്രേഡ് നൽകുന്നില്ല. അവരെ കോൺഫ്ലിക്റ്റിലാകുന്നു. സാമൂതിരിയുമായി അവർ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു. കുഞ്ഞാലി മരക്കാർ നേവൽ ചീഫ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവരെ സാമൂതിരി പരാജയപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ, പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ക്വസ്റ്റ്യൻ അതുതന്നെയാണ്. വാട്ട് വെയർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് പോർച്ചുഗീസ് ദെയർ കമ്മിങ്? അവരുടെ വരവ് എന്ത് കോൺട്രിബ്യൂഷനാണ് ഇന്ത്യക്ക് ഉണ്ടാക്കിയത്? അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. നിങ്ങളതൊക്കെ പഠിച്ചു എന്ന് ടീച്ചർ വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും പാർട്ട് 1 വീഡിയോ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാർട്ട് 1 വീഡിയോ കാണണം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ടീച്ചർ കൊടുത്തിരിക്കും. അപ്പോൾ നിങ്ങളത് കാണുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണാവുള്ളൂ കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലേക്ക് ഇൻവേഷനുമായിട്ട് വന്ന രണ്ടാമത്തെ യൂറോപ്യൻ രാജ്യത്തെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ ഡച്ച്, ഫ്രാൻസ് ആൻഡ് ഇംഗ്ലീഷ് മൂന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം അല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ. ഡച്ച്. ഈ ഡച്ച് എന്ന് പറയുന്ന പീപ്പിൾ എവിടെ നിന്നുള്ളവരാണെന്ന് ആദ്യം ഒന്ന് പഠിച്ചേ. പീപ്പിൾ ഫ്രം ഹോളണ്ട് ഓർ നെതർലാൻഡ്. നെതർലാൻഡ് എന്ന് പറയുന്ന രാജ്യം, പണ്ട് അതറിയപ്പെടുന്നത് ഹോളണ്ട് എന്നായിരുന്നു. അപ്പോൾ ഹോളണ്ടിൽ നിന്നുള്ള ആളുകളെയാണ് നമ്മൾ ഡച്ച് എന്ന് വിളിക്കുക. ഓക്കെ. അപ്പോൾ ഡച്ചുകാരെന്ന് നമ്മൾ പറയുന്ന ആളുകൾ പീപ്പിൾ ഫ്രം ഹോളണ്ട് ആയിരുന്നു. അതിൻ്റെ ഈ മോഡേൺ നെയിം എന്ന് പറയുന്നത് നെതർലാൻഡ്. ഓക്കെ. ഇനി ഇവരുടെ വരവ് എന്തൊക്കെയാണ് അവരുമായിട്ട് ബന്ധപ്പെട്ട്? നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ ഡച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് കൂടുതലും നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇംഗ്ലീഷ്, ഇൻവേഷൻ ഓഫ് ഇംഗ്ലീഷാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഡച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് 2-3 ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ വിച്ച് ആർ ദ മെയിൻ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഓഫ് ദ ഡച്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഡച്ചുകാർ വന്നിട്ട്, ഹോളണ്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് അവരെവിടെയൊക്കെയാണ് അവരുടെ ട്രേഡിംഗ് സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്? നമുക്കറിയാം, ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് വന്നത് ട്രേഡാണ് അവരുടെയൊക്കെ എയിം, അവരുടെയൊക്കെ ലക്ഷ്യം ട്രേഡ്. അപ്പോൾ ഇവർ 2 സ്ഥലത്താണ് ഡച്ചുകാരെ ട്രേഡിംഗ് സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അഹമ്മദാബാദ്, ദറ്റ് ഈസ് ഇൻ ഗുജറാത്ത്, ആൻഡ് ചിൻസുര ഇറ്റ് ഈസ് ഇൻ വെസ്റ്റ് ബംഗാൾ. അപ്പോൾ വെസ്റ്റ് ബംഗാൾ നിങ്ങൾക്കറിയാം, അതൊരു കടലിന് സമീപത്തുള്ള ഒരു സ്ഥലമാണ് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ അവർക്ക് കടലിൽ കൂടെ തന്നെ വെസ്റ്റ് ബംഗാളിൽ വന്ന് അവർക്ക് വരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരവിടെ ഒരു ട്രേഡിംഗ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു, ചിൻസുര. ദെൻ ഗുജറാത്ത് നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ അവർക്ക് ഓഷ്യനിലൂടെ തന്നെ വന്ന് കയറാവുന്ന സ്ഥലമാണ് ഗുജറാത്ത്. അവിടെ അഹമ്മദാബാദിലും ഒരു ട്രേഡിംഗ് സെൻറ്റർ തുടങ്ങി. സോ അഹമ്മദാബാദ് ഇൻ ഗുജറാത്ത് ആൻഡ് ചിൻസുര ഇൻ വെസ്റ്റ് ബംഗാൾ. ദീസ് വെയർ ദ മെയിൻ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഓഫ് ഡച്ച് ഇൻ ഇന്ത്യ. ഓക്കെ. നെക്സ്റ്റ്, ഈ ഡച്ചുകാരെ പറ്റി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ കേരള, ഈ 15th 16th സെഞ്ച്വറിയിലൊക്കെ നമ്മൾ പഠിക്കുന്നത് 15th സെഞ്ച്വറിയുടെ ലാസ്റ്റ്, 16th സെഞ്ച്വറി ആണ്, 17th സെഞ്ച്വറി ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്തെ നമ്മുടെ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്തായിരുന്നു? കേരളം 3 പ്രിൻസിലി സ്റ്റേറ്റുകളായിട്ട് ഡിവൈഡായിട്ട് ആയിരുന്നു ഭരിച്ചിരുന്നത്. കേരളം എന്ന് പറയുന്ന ഒരു അങ്ങനൊരു സങ്കല്പം പോലും അന്നുണ്ടായിരുന്നില്ല. 3 കുഞ്ഞു രാജ്യങ്ങളായിരുന്നു കേരളം. ഒന്ന് ഏറ്റവും സൗത്തിൽ നമ്മുടെ ട്രാവൻകൂർ, അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട്, കേരളത്തിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് കൊച്ചി,
അതിൻ്റെ നോർത്ത് ഭാഗത്തായിട്ട് മലബാർ. ഓക്കെ, അപ്പോൾ ട്രാവൻകൂർ, കൊച്ചി, മലബാർ, ഇങ്ങനെ 3 പ്രിൻസിലി സ്റ്റേറ്റുകളായിരുന്നു അന്നത്തെ കേരളം. അപ്പം നമ്മളിപ്പോൾ ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് ഏറ്റവും സൗത്തിലുള്ള നമ്മുടെ ആ ഒരു പ്രിൻസിലി സ്റ്റേറ്റ്, അതിൻ്റെ പേര് ട്രാവൻകൂർ എന്നായിരുന്നു. ട്രാവൻകൂർ ഭരിച്ചിരുന്ന ഏറ്റവും മഹാനായ രാജാവായിരുന്നു മാർത്താണ്ഡവർമ്മ. അപ്പം മാർത്താണ്ഡവർമ്മ 1741 ഈ ഡച്ചുകാരുമായിട്ട് അദ്ദേഹത്തിന് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും അദ്ദേഹം കൊളച്ചൽ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു ബാറ്റിലിൽ അദ്ദേഹം ഡച്ചുകാരെ കംപ്ലീറ്റ്ലി ഡിഫീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ബാറ്റിൽ ഓഫ് കൊളച്ചൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആരെ നമ്മൾ പഠിക്കുമ്പോൾ ഡച്ച് ഇൻവേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഡച്ചുകാരുടെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ, അവർ കുറച്ച് ട്രേഡൊക്കെ നടത്തി, അവർ ചില കോൺഫ്ലിക്റ്റ് ഒക്കെ ഇവിടുത്തെ പ്രിൻസിലി സ്റ്റേറ്റുകളുമായിട്ട് നടത്തി. അതിൻ്റെ ഒരു ഫൈനൽ കാര്യം മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡച്ചുകാരുടെ ഇവിടുത്തെ ഇൻവേഷൻ്റെ ഒരു ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ വരിക. അതെന്താണ്? അവരുടെ ഡിഫീറ്റ്. അവരെ ആരാണ് തോൽപ്പിച്ചത്? ഇൻ 1741 മാർത്താണ്ഡവർമ്മ, ദ റൂളർ ഓഫ് ട്രാവൻകൂർ, ഡിഫീറ്റഡ് ദ ഡച്ച് അറ്റ് കൊളച്ചൽ നിയർ കന്യാകുമാരി. കന്യാകുമാരിയൊക്കെ അന്ന് ഈ 16, 17 സെഞ്ച്വറിയിലൊക്കെ കന്യാകുമാരി നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിരുന്നു. അല്ലെങ്കിൽ ട്രാവൻകൂർ എന്ന് പറയുന്ന പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു കന്യാകുമാരി പ്രദേശങ്ങളൊക്കെ. അതുകൊണ്ട് അവിടെയുള്ള കൊളച്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയുടെ സൈന്യവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും വാർ ഉണ്ടാവുകയും ആ വാറിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ ഡിഫീറ്റ് ചെയ്തു, അവരെ തോൽപ്പിച്ചു. In 1741, Marthandavarma, the ruler of Travancore, defeated the Dutch at Kolachal near Kanyakumari. With this defeat, the Dutch lost their supremacy in India. ഇതോടുകൂടി ഡച്ചുകാർക്ക് അവരുടെ ഇന്ത്യയിലുള്ള എല്ലാ സൂപ്പർമസിയും അവസാനിച്ചു, എൻഡായി. ഓക്കെ, ദിസ് വാസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഇൻ വിച്ച് എ യൂറോപ്യൻ പവർ ലോസ്റ്റ് ടു ആൻ ഇന്ത്യൻ റൂളർ. കണ്ടോ, ഈ കൊളച്ചൽ ബാറ്റിലിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്? ഈ യൂറോപ്പിൽ നിന്ന് വന്ന ഈ പവേഴ്സ് ഉണ്ടല്ലോ, അതായത് പോർച്ചുഗീസുകാരെ, അങ്ങനെയൊക്കെയുള്ള എല്ലാ പവേഴ്സിലും ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ റൂളറിൻ്റെ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്ന ഒരു യുദ്ധമായിരുന്നു കൊളച്ചൽ. ദിസ് വാസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഇൻ വിച്ച് എ യൂറോപ്യൻ പവർ ലോസ്റ്റ് ടു ആൻ ഇന്ത്യൻ റൂളർ. കണ്ടോ, മാർത്താണ്ഡവർമ്മ എത്ര ധൈര്യശാലിയും അദ്ദേഹം എത്ര മഹാനായ ഒരു റൂളറായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ്. കൊളച്ചൽ യുദ്ധത്തിൽ അദ്ദേഹം ഡച്ചുകാരെ കംപ്ലീറ്റ് ഡിഫീറ്റ് ചെയ്തു. അവരുടെ ഇവിടുത്തെ എല്ലാ സൂപ്രമസിയും അതോടുകൂടി അവസാനിച്ചു, എൻഡായി. അവരെ 1-2 സ്ഥലങ്ങളിൽ മാത്രം അവരുടെ കുറച്ച് ആളുകളൊക്കെ ശേഷിച്ചു, ബാക്കി എല്ലാവരും ഹോളണ്ടിലേക്ക് തിരികെ പോയി. ഓക്കെ, അവരുടെ ഇവിടുത്തെ പരിപാടികളെല്ലാം അതോടുകൂടി എൻഡായിപ്പോയി. അപ്പോൾ ഇനി ഡച്ചുകാർക്ക് ഇവിടെ പ്രത്യേകിച്ച് അവർക്ക് സൂപ്രമസിയുള്ള ചില സ്ഥലങ്ങളുടെ പേര് നമുക്ക് പഠിക്കണം. അതിനു മുമ്പ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡച്ചുകാർ വന്നതുകൊണ്ട്, ഇപ്പോൾ പോർച്ചുഗീസുകാർ വന്നതുകൊണ്ട് നമ്മൾ ഒരു 8-9 പോയിൻറ്റ്സ് കണ്ടായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻ. അവർ ചില ആർട്ടുകൾ ഇവിടെ പ്രചരിപ്പിച്ചു, അവർ ചില പ്ലാൻസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവരുടെ വരവ് കൊണ്ട് അങ്ങനെ കുറേയേറെ പ്രയോജനം ഉണ്ടായി. എന്നാൽ ഈ ഡച്ച് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ഒരൊറ്റ കാര്യം നമുക്ക് പഠിച്ചാൽ മതി. അവർ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ അവരത് എഴുതി തന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. നമുക്കതൊന്ന് പഠിക്കാം എന്താണെന്ന്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഹോർത്തസ് മലബാറിക്കസ്. അപ്പം നമുക്കൊരു നോട്ട് പഠിക്കാം. ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദ ബുക്ക് ഹോർത്തസ് മലബാറിക്കസ്. അതാണ് അവരുടെ കോൺട്രിബ്യൂഷൻ. അവർ തന്നെ ആ ബുക്കാണ് ഡച്ചുകാരെ നമുക്ക് തന്ന ഏക കോൺട്രിബ്യൂഷൻ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഹോർത്തസ് മലബാറിക്കസ് എന്ന് പറയുന്ന ആ ബുക്കിനെ പറ്റി ഒരു നോട്ട് എഴുതാൻ പറഞ്ഞാൽ നമുക്കൊരു 3-4 പോയിന്റ് അങ്ങ് പഠിച്ചേക്കാം. ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ഡച്ച് ഈസ് ദ വർക്ക് ഹോർത്തസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഈ ബുക്കാണ് അവരുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ. ദിസ് ബുക്ക് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് 742 മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. കേരളത്തിലെ 742 മെഡിസിനൽ പ്ലാന്റ്സിനെ പറ്റി ഒരു ഗവേഷണം തന്നെ നടത്തി അവർ അതിൻ്റെ
പ്രത്യേകതകളും പേരും അതിൻ്റെ മെഡിസിനൽ വാല്യൂസ് എന്തൊക്കെയാണ്, ഏതൊക്കെ രോഗങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ സ്റ്റഡി ചെയ്ത് അവർ ഈ ബുക്ക് പ്രിപ്പയർ ചെയ്തു, ഹോർത്തസ് മലബാറിക്കോസ്. ദിസ് ബുക്ക് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് 742 മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. അതൊരു വലിയ കാര്യമല്ലേ അല്ലേ? നമ്മുടെ നാട്ടിലുള്ള മെഡിസിനൽ പ്ലാന്റ്സിനെ നമ്മൾ പോലും തിരിച്ചറിയാതിരുന്ന കാലത്ത് ഡച്ചുകാർ അത് പഠിച്ച് നമുക്കൊരു ബുക്ക് തന്നു. ഇറ്റ് വാസ് റിട്ടൺ ബൈ ഹെൻറിക് വാൻ റീഡ്. ഹെൻറിക് വാൻ റീഡ് ദ ഡച്ച് ഗവർണർ. അന്നത്തെ ഡച്ച് ഗവർണറായ ഹെൻറിക് വാൻ റീഡ് ആണ് ഈ പുസ്തകത്തിൻ്റെ ഓഥർ. ഇറ്റ് വാസ് റിട്ടൺ ബൈ ഹെൻറിക് വാൻ റീഡ്. ദെൻ അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, ഡച്ച് എന്ന് പറയുന്ന ഒരു ഫോറിൻ രാജ്യത്തിൻ്റെ ആൾക്കാർക്ക് ഇവിടെ വന്ന് ഈ മെഡിസിനൽ പ്ലാന്റ്സ് കണ്ടെത്തണമെങ്കിലും അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിലും അവർക്ക് ലോക്കലായിട്ടുള്ള ഒരു ഹെൽപ്പ് വേണം. ആരാണ് അവരെ ലോക്കലി ഹെൽപ്പ് ചെയ്തെന്ന് നോക്കിയേ? ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ, ആൻ ഇൻഡിജിനസ് മെഡിക്കൽ പ്രാക്ടീഷണർ, ഹെൽപ്പ് ഹെൻറിക് വാൻ റീഡ് ഇൻ ദിസ് കോമ്പോസിഷൻ. ഈ പുസ്തകം എഴുതാൻ ഹെൻറിക് വാൻ റീഡ് എന്ന് പറയുന്ന ഡച്ച് ഗവർണറെ ഹെൽപ്പ് ചെയ്തത് ഇവിടെയുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ. ആരെയാണ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുക? ആ ഡോക്ടർ അല്ലേ, ഒരു ഡോക്ടർ എന്ന് വേണേൽ പറയാം. അപ്പം ഇവിടുത്തെ ഒരു ഡോക്ടറായിരുന്ന ഇട്ടി അച്യുതനാണ് അവരെ ഹെൽപ്പ് ചെയ്തത്. ഇനി അവരെ ഹെൽപ്പ് ചെയ്ത 3 പേരുടെ പേരുകൂടി നമുക്കൊന്ന് പഠിച്ചേക്കാം. ഇട്ടി അച്യുതൻ മാത്രമല്ല, മറ്റു 3 പേരും ഹെൻറിക് വാൻ റീഡിനെ ഹെൽപ്പ് ചെയ്തു. അപ്പു ഭട്ട്, രംഗ ഭട്ട് ആൻഡ് വിനായക് ഭട്ട്. ഒരു ടീച്ചർ ഇതൊക്കെ നിങ്ങളോട് പ്രത്യേകം പറയുന്നത്, ഒരുപക്ഷെ ഈ 4 പേരുടെ പേര് മാത്രമായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. ആരൊക്കെയാണ് ഹെൻറി വാൻ റീഡിനെ ഹോർത്തസ് മലബാറിക്കസ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്? അപ്പോൾ ആരൊക്കെയാണ്? ഇട്ടി അച്യുതൻ, അപ്പു ഭട്ട്, രംഗ ഭട്ട് ആൻഡ് വിനായക് ഭട്ട്. ഓൾ ദീസ് people, local people, helped ഹെൻറിക് വാൻ റീഡ് to compose the book Hortus Malabaricus. What is the importance of Hortus Malabaricus? This book gives information about 742 medicinal plants of Kerala. Okay? അപ്പോൾ ഇതാണ് ഡച്ചുകാരുടെ നമുക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് ഫ്രഞ്ചുകാരെ പറ്റി പഠിക്കാം. ഇപ്പോൾ ഫ്രഞ്ച് നെക്സ്റ്റ് യൂറോപ്യൻ രാജ്യമാണ്. അവർ ഇവർക്ക് ശേഷം, ഡച്ചുകാർക്ക് ശേഷം നമ്മുടെ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫ്രഞ്ചുകാരുടെ ഇൻവേഷൻ. അവർ വന്നു, അവരെന്തൊക്കെയാണ് ഇവിടെ ചെയ്തത്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്. ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് വിച്ച് ആർ ദ സെൻറ്റേഴ്സ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഫ്രഞ്ചുകാർ വന്ന് അവരുടെ കൺട്രോളിൽ വെച്ച 4 സ്ഥലങ്ങൾ: പോണ്ടിച്ചേരി, യാനം, കാരക്കൽ ആൻഡ് മാഹി. പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി. ഈ 4 സ്ഥലങ്ങളും ഓഷനോട് വളരെ അതിരിടുന്ന സ്ഥലങ്ങളാണ്, കോസ്റ്റൽ ഏരിയാസാണ്. ഫ്രഞ്ചുകാർക്ക് നേരെ സീയിലൂടെ തന്നെ വന്ന് അവർക്ക് ഈ പോണ്ടിച്ചേരിയിൽ കയറാം. യാനം, കാരക്കൽ, മാഹി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കടലിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയ ഐലൻഡ്സ് പോലുള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ. പോണ്ടിച്ചേരിയും യാനവും കാരക്കലും മാഹി ഇതെല്ലാം ചെറിയ ചെറിയ ഐലൻഡ്സ് ആണ്. അത് കടലിനോട് ചേർന്ന് കിടക്കുന്നു. ഇവിടേക്കാണ് ഫ്രഞ്ചുകാർ വന്നതും അവരവിടെയാണ് അവരുടെ സെൻറ്ററാക്കി മാറ്റിയതും. ഏതൊക്കെയാണ് ഫ്രഞ്ച് സെൻറ്റേഴ്സ്? പോണ്ടിച്ചേരി, യാനം, കാരക്കൽ ആൻഡ് മാഹി. ഓക്കെ, ഫ്രഞ്ചുകാരെ പറ്റി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ അധികം ഒന്നും പഠിക്കാനൊന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ചുകാർ വന്നപ്പോൾ ഇംഗ്ലീഷുകാരെ അവരെ അത്യാവശ്യം ഇവിടെ പരാജയപ്പെടുത്തുകയും ഫ്രഞ്ചുകാർക്ക് അധികം വലിയ ആക്ടിവിറ്റീസ്, ട്രേഡ് ഒന്നും ഇവിടെ നടത്താൻ സാധിച്ചുമില്ല. അതുകൊണ്ട് നമ്മുടെ പുസ്തകത്തിൽ അധികം നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഫ്രഞ്ചുകാരെ പറ്റി നമ്മൾ എന്ത് പഠിച്ചാൽ മതി? ഇംഗ്ലീഷുകാരാണ് അവരെ ഡിഫീറ്റ് ചെയ്തു. അതിൻ്റെ പേരാണ് കർണാട്ടിക് വാർ. ഫ്രഞ്ചുകാരുമായിട്ട് ഇംഗ്ലീഷുകാരെ യുദ്ധങ്ങൾ നടത്തി. 3 യുദ്ധങ്ങളാണ് അതിനുവേണ്ടി നടത്തിയത്. അങ്ങനെ 3 യുദ്ധത്തിൽ തോടുകൂടി ഫ്രഞ്ചുകാരിവിടെ കംപ്ലീറ്റ്ലി ഡിഫീറ്റായിപ്പോയി. ആരോടാണ് ഫ്രഞ്ചുകാർ ഡിഫീറ്റ് ആയത്? ഇംഗ്ലീഷുകാരോടെ. ഇംഗ്ലീഷ് സൈന്യവുമായി ഫ്രഞ്ചുകാരുടെ സൈന്യം ഏറ്റുമുട്ടി. എവിടെ വെച്ചാണ്? കർണാട്ടിക് അല്ലേ, കർണാടക ആ പ്രദേശത്ത് വെച്ച് ഏറ്റുമുട്ടുകയും അവർ കംപ്ലീറ്റ്ലി ഡിഫീറ്റായി പോവുകയും ചെയ്തു. അപ്പോൾ കർണാട്ടിക് വാറാണ് ഇംഗ്ലീഷുകാരെ ഫ്രഞ്ചുകാരെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച വാർ, കർണാട്ടിക് വാർ. എത്ര കർണാട്ടിക് വാറുകൾ നടന്നു? 4. നിങ്ങളുടെ ടെക്സ്റ്റിലെ കർണാട്ടിക് വാറുകളെ പറ്റി ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ സെൽഫ് റീഡിങ്ങിനാണ്, നിങ്ങളത് വായിച്ചു കൊള്ളുക. അപ്പം നമ്മൾ ഈ പേര് മാത്രം ഓർത്താൽ മതി, കർണാട്ടിക് വാർ. ഓക്കെ,
അടുത്ത ഫ്രഞ്ചുകാരെ പറ്റി നമുക്ക് അത്രയും പഠിച്ചാൽ മതി. പുസ്തകത്തിൽ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഫ്രഞ്ചുകാരെ 4 സ്ഥലങ്ങളാണ് അവരുടെ സെൻറ്ററാക്കി വെച്ചത്. പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ. ഓക്കെ. അവരെ തോൽപ്പിച്ചത് ആരാണ്? ഇംഗ്ലീഷ്. ഏത് യുദ്ധത്തിലാണ് തോൽപ്പിക്കപ്പെട്ടത്? കർണാട്ടിക് വാർ. ഇനി നമുക്ക് ഏറ്റവും മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട യൂറോപ്യൻ നേഷനെ പറ്റി വരികയാണ്. ഇംഗ്ലീഷ്, ബ്രിട്ടീഷ്. ഇംഗ്ലീഷുകാരെന്നും ബ്രിട്ടീഷുകാരെന്നും ഒക്കെ പറയുന്ന ആ വേർഡുകളെല്ലാം സെയിമാണ്, നിങ്ങൾക്കറിയാം. അതെല്ലാം സെയിമാണ്. നമ്മൾ ഇംഗ്ലീഷുകാരെന്ന് പറഞ്ഞാലും ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാലും എല്ലാം ഏകദേശം ഈക്വലാണ്. ഇനി നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഇംഗ്ലീഷുകാരെ ഇന്ത്യയിലേക്ക് വരാൻ അവർ എന്താണ് ആദ്യമായിട്ട് അവരെന്തൊക്കെയാണ് ചെയ്തത്, എന്തായിരുന്നു അവരുടെ പ്രിപ്പറേഷൻ. അവരൊരു രാജ്യത്തേക്ക്, ഇംഗ്ലീഷുകാർ നമുക്കറിയാം ലോകം മുഴുവൻ കീഴടക്കിയ ഒരു യൂറോപ്യൻ രാജ്യമാണ് ഇംഗ്ലീഷ്. അവർ ലോകം മുഴുവൻ കോളനികൾ ഉണ്ടാക്കി. ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും കോളനികൾ ഉണ്ടാക്കി. അപ്പോൾ തീർച്ചയായും ഇംഗ്ലീഷുകാരെ കുറച്ച് പ്രിപ്പറേഷനൊക്കെ നടത്തി വെൽ പ്രിപ്പയർഡായിട്ടാണ് അവർ രാജ്യത്തേക്ക് വരിക. അപ്പോൾ ഇംഗ്ലീഷുകാരെ എന്തൊക്കെയാണ് ഇന്ത്യയുമായി ട്രേഡ് നടത്താൻ വേണ്ടി അവരുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? The English East India Company had a major role in the dominance of British in India. Substantiate. ഇംഗ്ലീഷുകാരെ ഇന്ത്യയുമായി ട്രേഡ് നടത്താൻ ആദ്യമായിട്ട് അവർ ചെയ്ത പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അവരൊരു കമ്പനി സ്ഥാപിച്ചു. ആ കമ്പനിയുടെ പേരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയുമായുള്ള ട്രേഡിൻ്റെ അതിൻ്റെ ഡോമിനൻസ് ഇവർക്കായിരുന്നു. അവർക്കൊരു മേജർ റോൾ അതിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹാഡ് എ മേജർ റോൾ ഇൻ ദ ഡോമിനൻസ് ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. എക്സ്പ്ലെയിൻ. ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1600 ഫോർ ട്രേഡ് വിത്ത് ഏഷ്യ. ഏഷ്യയുമായി അല്ലെങ്കിൽ എസ്പെഷ്യലി ഇന്ത്യയുമായി ട്രേഡ് നടത്താൻ ഇംഗ്ലീഷ്കാരെ ആദ്യം ചെയ്തത് ദേ എസ്റ്റാബ്ലിഷ് എ കമ്പനി, ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഏത് വർഷമാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1600. അപ്പം 17th സെഞ്ച്വറിയിലോട്ട് കയറിയില്ല. 17th സെഞ്ച്വറിയിലോട്ട് കയറണമെങ്കിൽ ഏത് വർഷമാകണം? 1601 ആകണം. ഒരു കൊല്ലം കഴിയണം. ഓക്കെ. അപ്പോൾ 16th സെഞ്ച്വറിയുടെ ലാസ്റ്റാണ് 1600. ഓക്കെ. ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ കമ്പനി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് obtained permission from the Mughal Emperor Jehangir to set up a factory in സൂറത്ത്. അപ്പോൾ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ വന്ന സ്ഥലം സൂറത്ത്. അപ്പോൾ അവരെ ആദ്യമായിട്ട് ആരെയാണ് പോയി കണ്ടത്? മുഗൾ എംപറർ, അന്നത്തെ മുഗൾ എംപറർ ആയിരുന്ന ജഹാംഗീർ എന്ന് പറയുന്ന എംപററിനെ പോയി കാണുകയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ക്യാപ്റ്റൻ ആയിരുന്ന വില്യം ഹോക്കിൻസ് അദ്ദേഹം ഒരു പെർമിഷൻ മേടിക്കുകയും ചെയ്തു. ഹി ഒബ്റ്റെയിൻഡ് എ പെർമിഷൻ ഫ്രം ദ മുഗൾ എംപറർ ജഹാംഗീർ ടു സെറ്റ് അപ്പ് എ ഫാക്ടറി ഇൻ സൂറത്ത്. അവർ വന്ന് മുഗൾ എംപററോട് ഒരു ഫാക്ടറി സ്ഥാപിക്കാനായിട്ട് പെർമിഷൻ ചോദിച്ചു. അത് നേടിയെടുത്തു. അതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്ത ഫസ്റ്റ് പരിപാടി, അല്ലേ? സോ ദേ ഫസ്റ്റ് ഓഫ് ഓൾ ദേ എസ്റ്റാബ്ലിഷ് എ കമ്പനി, ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ആൻഡ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ കമ്പനി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് he obtained permission from the Mughal Emperor Jahangir to set up a factory in Surat. ഗുജറാത്തിലെ സ്ഥലമാണ് സൂറത്ത്. ദ കമ്പനി ദെൻ സ്റ്റാർട്ടഡ് ഫാക്ടറീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ, ചെന്നൈ, ബോംബെ ആൻഡ് കൽക്കട്ട. ഇപ്പോൾ കൊൽക്കത്ത എന്നറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെ പഴയ പേരാണ് കൽക്കട്ട. സോ ദിസ് കമ്പനി ദേ സ്റ്റാർട്ടഡ് എ ഫാക്ടറി ഫസ്റ്റ് ഇൻ സൂറത്ത്, ദെൻ ഇൻ ചെന്നൈ, ദെൻ ബോംബെ ആൻഡ് കൽക്കട്ട. ഓക്കെ. ഇതെല്ലാം നിങ്ങൾ നോക്കിക്കേ, ബോംബെ ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും കൽക്കട്ടയാണെങ്കിലും സൂറത്താണെങ്കിലും ഇതെല്ലാം കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവർക്ക് ഷിപ്പിന് തന്നെ ഈ സ്ഥലങ്ങളിൽ വന്ന് കയറാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവർ സെലക്ട് ചെയ്തത്. എന്തിനു വേണ്ടി? ഫാക്ടറികൾ സ്ഥാപിക്കാനും ട്രേഡിംഗ് സെൻറ്റേഴ്സ് സ്ഥാപിക്കാനും. കാരണം എന്താണ്? അവർക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് സാധനങ്ങൾ കൊണ്ടുപോകാനും അവിടുന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ ഇവിടെ എത്തിക്കാനും അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ചെന്നൈ, ബോംബെ, കൽക്കട്ട, സൂറത്ത്. All these places are very suitable for import export. Okay, so they set up factories and trade centers in all these places. This English. അപ്പോൾ അവർ വളരെ ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ നീക്കിയത്, അല്ലേ? നോക്കിക്കേ, 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡോമിനൻസ് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ആദ്യമായിട്ട് അവരൊരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ദേ ഒബ്റ്റെയിൻ പെർമിഷൻ ടു സെറ്റ് അപ്പ് എ ഫാക്ടറി ഇൻ സൂറത്ത്
from the Mughal Emperor Jahangir. Then the company started so many factories in Chennai, Bombay, Calcutta, etc. Okay. Next. ഈ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്ക് ഒരു കോട്ട സ്ഥാപിക്കാനും അവർക്കിവിടെ ഒരു അവരുടെ പൊളിറ്റിക്കൽ ഡോമിനൻസിന് ഒരു അടിത്തറയിടാനും നമ്മളെന്താ പറയുന്നത് ലേഡ് ഫൗണ്ടേഷൻ ഇടയാക്കിയ ഒരു പ്രധാനപ്പെട്ട ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. അപ്പോൾ ബ്രിട്ടീഷുകാരെ വന്നു ട്രേഡ് നടത്തി തിരിച്ചുപോയി, അതല്ല. ബ്രിട്ടീഷുകാരെ ഓൾമോസ്റ്റ് ഒരു 200 ഇയേഴ്സ് ഇന്ത്യയിൽ നിൽക്കുകയും 200 ഇയേഴ്സ് നമ്മളെ ഒരു കോളനി ആക്കിക്കൊണ്ട് നമ്മളെ അവരെ ഭരിക്കുകയും ചെയ്തു. അപ്പോൾ ഇംഗ്ലീഷുകാരെ ഒരു ലോങ് ടൈം ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞവരാ. അപ്പോൾ ഈ ലോങ് ടൈം അവർക്ക് കഴിയണമെങ്കിൽ അവർക്കൊരു അടിത്തറ ഇവിടെ വേണം അല്ലേ, ഒരു ഫൗണ്ടേഷൻ ഇവിടെ ഉണ്ടാക്കണം. ആ ഫൗണ്ടേഷൻ അവരിട്ട ബാറ്റിലായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബാറ്റിൽ ഓഫ് പ്ലാസി വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്രിട്ടീഷ്. വൈ? ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വൈ? ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757 ഇയർ ഓർത്ത് വെച്ചോണം. ബാറ്റിൽ ഓഫ് പ്ലാസി 1757. ഇനി ഇവിടെ ആര് തമ്മിലായിരുന്നു ബാറ്റിൽ നടന്നത്? നവാബ് ഓഫ് ബംഗാൾ സിറാജുദ്ദൗള വാസ് ഡിഫീറ്റഡ് ഇൻ ദിസ് ബാറ്റിൽ. ഈ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് സൂറത്തിൽ അവരൊരു ഫാക്ടറി സ്ഥാപിച്ചെങ്കിലും അവർക്ക് കോൺസെൻട്രേഷൻ നടത്തിയ സ്ഥലം ബംഗാളായിരുന്നു, ബംഗാൾ. അപ്പം ബംഗാളിലെ ഒരു കോട്ട സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഫോർട്ട് അവർക്ക് വേണം. അതിനുവേണ്ടി അവർ ആരെ തോൽപ്പിച്ചു? ദേ ഡിഫീറ്റഡ് നവാബ് ഓഫ് ബംഗാൾ. നവാബ് മീൻസ് കിങ്. നവാബ് king of Bengal, Sirajuddaulah. He was defeated by British in the Battle of Plassey 1757. ആരാണ് ഈ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ നേതാവ് ആരായിരുന്നു? അപ്പോൾ ബംഗാളിലെ സൈന്യത്തിൻ്റെ നേതാവ് സിറാജുദ്ദൗള, അദ്ദേഹമായിരുന്നു കിങ്. ഇനി ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ കമാൻഡർ ആരായിരുന്നു? ഇറ്റ് വാസ് റോബർട്ട് ക്ലൈവ്. ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ലീഡർ ഓർ ദ commander was Robert Clive. Battle of Plassey laid the foundation for British rule in India. So the most important thing about Battle of Plassey was it laid foundation for British rule in India. British റൂളിനെ ഇന്ത്യയിൽ അടിത്തറയിട്ട ബാറ്റിലായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസി. അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത് 1757. സിറാജുദ്ദൗള എന്ന് പറയുന്ന ബംഗാൾ നവാബ് ഡിഫീറ്റായിപ്പോയി. ബ്രിട്ടീഷുകാർ അവിടെ പിടിച്ചെടുത്തു. അവരവിടെ ഒരു ഫോർട്ട് സ്ഥാപിച്ചു. അത് അവരുടെ ബ്രിട്ടീഷ് റൂളിൻ്റെ ഫൗണ്ടേഷനായി മാറി. ഓക്കെ, അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചോണം. നെക്സ്റ്റ്, രണ്ടാമത് ബ്രിട്ടീഷുകാർ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാറ്റിലായിരുന്നു ബാറ്റിൽ ഓഫ് ബോക്സർ. ബാറ്റിൽ ഓഫ് ബോക്സർ 1764. ഓക്കെ, അപ്പോൾ ബാറ്റിൽ ഓഫ് ബോക്സർ എത്ര വർഷം കഴിഞ്ഞാന്നൊന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഇയർ ഓർത്ത് വെക്കാൻ എളുപ്പം വരും. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി. അവർ അടിത്തറയൊക്കെ ഇട്ടു, അവർ ഫൗണ്ടേഷനൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് എത്ര വർഷമാകും? 1764 57 പോയിട്ട് ഒരു 7 ഇയേഴ്സ് അല്ലേ, 7 ഇയേഴ്സ്, ഏകദേശം ഒരു 7 ഇയേഴ്സ് കഴിഞ്ഞ് അവർ മറ്റൊരു യുദ്ധം നടത്തി, ബാറ്റിൽ ഓഫ് ബോക്സർ. ദ ബാറ്റിൽ ഓഫ് ബോക്സർ അവിടെ വിത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അത് വിത്ത് എന്നാ കേട്ടോ, അത് ഇച്ചിരി കൂടിപ്പോയി, നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്തോണം. വിത്ത് ദ ബാറ്റിൽ ഓഫ് ബോക്സർ കമ്പനി അക്വേർഡ് പെർമിഷൻ ഓർ ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഇൻ ദ പ്രോവിൻസസ് ഓഫ് ബീഹാർ, ബംഗാൾ ആൻഡ് ഒറീസ. ബീഹാർ, ബംഗാൾ, ഒറീസ ഈ 3 പ്രോവിൻസസിൽ അവർക്ക് ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് കിട്ടി. ബാറ്റിൽ ഓഫ് ബോക്സറിൻ്റെ ഇമ്പോർട്ടൻസ് അതാ. അത് ഈ ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത് ടാക്സ് ഒന്നും കളക്ട് ചെയ്യുന്നില്ല, അവരെന്തേ ചെയ്തുള്ളൂ, അവിടെ ഒരു ഫോർട്ട് സ്ഥാപിച്ചു ബംഗാളിൽ. പക്ഷേ ഇവിടെ ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്താണ്, ഇതോടുകൂടി അവർ ടാക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, ഒരു ഫോറിൻ രാജ്യം നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഇവിടുത്തെ രാജാക്കന്മാർ കളക്ട് ചെയ്യേണ്ട ടാക്സ് അവർ കളക്ട് ചെയ്യാൻ തുടങ്ങി. സോ വിത്ത് ദ ബാറ്റിൽ ഓഫ് ബോക്സർ കമ്പനി അക്വേർഡ്, വിച്ച് കമ്പനി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അക്വേർഡ് ദ റൈറ്റ് ടു കളക്ട് ടാക്സ്
in the provinces of Bihar, Bengal, and Orissa. With this battle, the East India Company administrative presence in India becomes stronger. അവരുടെ നമ്മളെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള അവരുടെ പ്രസൻസ്, their administrative presence became stronger. അതിൻ്റെ കാര്യം എന്താണ്? They started collecting taxes. In this war, British defeated the combined forces of Mughal ruler Shah Alam II, the Nawab of Oudh, Shuja-ud Daula, and Nawab of Bengal Mir Qasim. 3 പേരെയാണ് ഈ ബോക്സർ 1764 ബാറ്റിലിൽ അവരെ ഡിഫീറ്റ് ചെയ്തത് ഇംഗ്ലീഷുകാരെ. ആരെയൊക്കെയാണ്? മുഗൾ റൂളർ, നവാബ് ഓഫ് ഔദ് ആൻഡ് നവാബ് ഓഫ് ബംഗാൾ. ബംഗാളിലെ നവാബിനെ, ഔദിലെ നവാബിനെ, മുഗൾ ചക്രവർത്തിയെ, ഈ 3 പേരെ ഒരുമിച്ച് ഡിഫീറ്റ് ചെയ്ത ബാറ്റിലായിരുന്നു ബാറ്റിൽ ഓഫ് ബോക്സർ. അപ്പോൾ ബാറ്റിൽ ഓഫ് ബോക്സർ ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് 7 years ലേറ്റർ സംഭവിച്ചതാണ്. ഈ ബോക്സർ ബാറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ്, ബ്രിട്ടീഷ് ഗോട്ട് ദ റൈറ്റ് ടു കളക്ട് ടാക്സ് ഫ്രം ദ പ്രോവിൻസസ് ഓഫ് ബീഹാർ, ബംഗാൾ ആൻഡ് ഒറീസ. ദെൻ ദിസ് ബാറ്റിൽ with this battle, the East India Company's administrative presence in India becomes stronger. In this battle, they defeated the combined forces of Mughal ruler and the Oudh ruler and Bengal ruler Mir Qasim. Nawab of Oudh, Shuja-ud Daula, and Mughal ruler Shah Alam II. Okay. അപ്പോൾ 2 ബാറ്റിൽ നമ്മൾ പഠിച്ചു. ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞ് അവർ ആദ്യം ചെയ്ത ബാറ്റിൽ ഓഫ് പ്ലാസി, ദെൻ അവർ ചെയ്ത ബാറ്റിലായിരുന്നു ബാറ്റിൽ ഓഫ് ബോക്സർ. സോ വി ക്യാൻ പാസ് ഓൺ ടു ദ നെക്സ്റ്റ് പോർഷൻ. റോബർട്ട് ക്ലൈവ്, അതായത് ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ലീഡ് ചെയ്ത അവരുടെ കമാൻഡറായിരുന്നു റോബർട്ട് ക്ലൈവ്. ഈ റോബർട്ട് ക്ലൈവ് ഒരു മെസ്സേജ് ഇംഗ്ലണ്ടിലേക്ക് സെൻഡ് ചെയ്തു, കമ്പനിക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു. ആ മെസ്സേജ് ഇതായിരുന്നു: സെൻഡ് മീ 2000 സോൾജിയേഴ്സ്, ഐ വിൽ കോങ്കർ ഇന്ത്യ. എനിക്കൊരു 2000 സോൾജിയേഴ്സിനെ നിങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് അയച്ചു തരൂ, ഞാൻ ഈ ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കാം. ആര് പറഞ്ഞ വാക്കുകളാണ്? റോബർട്ട് ക്ലൈവ്. ആരായിരുന്നു റോബർട്ട് ക്ലൈവ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഫോഴ്സിൻ്റെ, ഇന്ത്യയിലെ സോൾജിയേഴ്സിൻ്റെ കമാൻഡറായിരുന്നു റോബർട്ട് ക്ലൈവ്. ഇദ്ദേഹം ഏത് യുദ്ധമാണ് നടത്തിയത്? പ്ലാസി. ഇദ്ദേഹം ഒരു മെസ്സേജ് ഇംഗ്ലണ്ടിലേക്ക് അയച്ചു: സെൻഡ് മീ 2000 സോൾജിയേഴ്സ്, ഐ വിൽ കോൺകർ ഇന്ത്യ. നിങ്ങൾ എനിക്കൊരു 2000 സോൾജിയേഴ്സിനെ അയച്ചു തന്നാൽ ഞാൻ ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കാം. എന്താണ് ഇതിൻ്റെ മീനിങ്? അപ്പം നമുക്ക് 2 ക്വസ്റ്റ്യൻ ഇവിടുന്ന് പ്രതീക്ഷിക്കണം. ഒന്ന്, ഈ ഒരു മെസ്സേജ് പറഞ്ഞിട്ട് ഇത് ആരുടെ മെസ്സേജ് ആയിരുന്നു? റോബർട്ട് ക്ലൈവ്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്താണ് റോബർട്ട് ക്ലൈവിൻ്റെ ഈ ഒരു മെസ്സേജിൻ്റെ മീനിങ്? ഡിസ്യൂണിറ്റി എമംഗ് ഇന്ത്യൻ പ്രിൻസിലി സ്റ്റേറ്റ്സ്. ഇന്ത്യയിൽ അന്ന് ഏകദേശം 500ഓളം പ്രിൻസിലി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ പോലും 3 ഉണ്ടായിരുന്നു അല്ലേ? ടീച്ചർ പറഞ്ഞില്ലേ, ട്രാവൻകൂർ, കൊച്ചി ആൻഡ് മലബാർ എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ മുഴുവൻ ഏകദേശം ഒരു 500 പ്രിൻസിലി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു യൂണിറ്റി ഇല്ലായിരുന്നു. അതാണ് റോബർട്ട് ക്ലൈവിന് ഇങ്ങനെ ഒരു സെൻറ്റൻസ് പറയാനായിട്ട് അദ്ദേഹത്തിന് തോന്നിയത്. എന്താണ്? ഡിസ്യൂണിറ്റി എമംഗ് ഇന്ത്യൻ പ്രിൻസിലി സ്റ്റേറ്റ്. തക്കം കിട്ടിയാൽ ഇവർ അടുത്തുള്ളവരെ ആക്രമിക്കും, ഇവർ തമ്മിൽ യാതൊരു യൂണിറ്റി ഇല്ല. ഈ ഡിസ്യൂണിറ്റി കണ്ടിട്ടാണ് റോബർട്ട് ക്ലൈവിന് മനസ്സിലായത്, ഒരു 2000 പട്ടാളക്കാരുണ്ടായിരുന്നെങ്കിൽ ഇവന്മാരെ മുഴുവൻ തോപ്പിക്കായിരുന്നു. മനസ്സിലായോ? ഡിസ്യൂണിറ്റി എമംഗ് ഇന്ത്യൻ പ്രിൻസിലി സ്റ്റേറ്റ്. രണ്ടാമത്, മിലിറ്ററി ആൻഡ് ടെക്നിക്കൽ സൂപ്രമസി ഓഫ് ബ്രിട്ടീഷ്. റോബർട്ട് ക്ലൈവിന് അറിയാം, ഇന്ത്യൻ രാജാക്കന്മാരുടെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങളെക്കാൾ അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി എക്യുപ്മെൻസിനേക്കാൾ കുറച്ചുകൂടി ടെക്നോളജിക്കലി സുപ്രീമാണ് ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങൾ. മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സൂപ്രമസി ഓഫ് ദ ബ്രിട്ടീഷ്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇന്ത്യയിലെ രാജാക്കന്മാരെ തോൽപ്പിക്കാമെന്ന് റോബർട്ട് ക്ലൈവ് മനസ്സിലാക്കി. സോ ഹി സെൻഡ് എ മെസ്സേജ്: സെൻഡ് മീ 2000 സോൾജിയേഴ്സ്, ഐ വിൽ കോൺകർ ഇന്ത്യ. ഡിസ്യൂണിറ്റി എമംഗ് ഇന്ത്യൻ പ്രിൻസിലി സ്റ്റേറ്റ്സ് ആൻഡ് മിലിറ്ററി ആൻഡ് ടെക്നിക്കൽ സൂപ്രമസി ഓഫ് ദ ബ്രിട്ടീഷ്. നമുക്കറിയാം, നമ്മുടെ രാജാക്കന്മാർക്ക് കുന്തം അല്ലെങ്കിൽ എന്താണ് സോഡ്, സ്പിയേഴ്സൊക്കെയാണ് അവരുടെ, ബോസ് ആൻഡ് ആരോസ് ഒക്കെയാണ് നമ്മുടെ രാജാക്കന്മാർ ഉപയോഗിക്കുന്നത്. എന്നാൽ അവർക്ക് ഗണ്ണൊക്കെ പോലെയുള്ള മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ്
വെപ്പൺസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ മിലിറ്ററി ടെക്നിക്കൽ സൂപ്രമസി ബ്രിട്ടീഷുകാർക്കായിരുന്നു. സോ റോബർട്ട് ക്ലൈവ്